കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റ് കേട്ട് ചിലരെങ്കിലും കൺഫ്യൂഷനായി കാണും. 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇളവ് പ്രഖ്യാപിച്ച ധനമന്ത്രി അതിനുശേഷം 4 ലക്ഷം മുതൽ ടാക്സ് സ്ലാബാണ് പിന്നീട് അവതരിപ്പിച്ചത്. ഇതെന്തു കഥ എന്നാണ് മിക്കവരും വിചാരിച്ചത്. കാരണം 12 ലക്ഷം വരെ ടാക്സ് ഇളവ് പ്രഖ്യാപിച്ച ധനമന്ത്രി 4 ലക്ഷം മുതൽ മുകളിലോട്ടുള്ളവർക്ക് ടാക്സ് സ്ലാബും പ്രഖ്യാപിച്ചു. സംഭവം ഇത്രയേ ഉള്ളൂ. 12 ലക്ഷത്തിന് മുകളിൽ വരുമാനം വരുമ്പോൾ ഉള്ള ടാക്സ് സ്ലാബാണ്. 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി ഇല്ല എന്നതല്ല ധനമന്ത്രിയുടെ പ്രഖ്യാപനം. മറിച്ച് നിങ്ങളുടെ വാർഷിക വരുമാനം 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഇൻകം ടാക്സ് റിബേറ്റിന് അർഹത ലഭിക്കുമെന്നും അതിനാൽ നികുതി നൽകേണ്ട എന്നുമാണ്. അതായത് നിലവിൽ 7 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നൽകിയിരുന്ന റിബേറ്റ് 12 ലക്ഷം രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുകയാണ് ബജറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നികുതിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഇടത്തരക്കാരെ സംബന്ധിച്ച് കൂടുതൽ പ്രസക്തവുമാണ്. നിങ്ങളുടെ നികുതി ബാധകമായ വരുമാനം 12 ലക്ഷം രൂപയിലധികമായാൽ 4 ലക്ഷം രൂപ മുതലുള്ള തുകക്ക് സ്ലാബ് പ്രകാരം നികുതി നൽകേണ്ടിയും വരും. ഇനി നമുക്ക് ധനമന്ത്രി പ്രഖ്യാപിച്ച സ്ലാബിലെ നിരക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%. പണ്ട് 15 ലക്ഷത്തിന് മുകളിൽ 30% ഉണ്ടായിരുന്ന നികുതി ഇനി 24 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ബാധകമാവുക. 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് എന്തെങ്കിലുമൊക്കെ നികുതി ഇളവുകൾ പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്ന് 12 ലക്ഷം രൂപ വരെയാണ് നികുതി ഇളവ് കിട്ടിയിരിക്കുന്നത്. ഇടത്തരക്കാരെ സംബന്ധിച്ച് ഇത് ബമ്പർ ലോട്ടറി തന്നെയാണ്. അതേസമയം ഇപ്പോൾ പ്രഖ്യാപിച്ച ആദായനികുതി മാറ്റങ്ങൾ വഴി കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടം വരുമെന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. ഇതുവരെ ബജറ്റിൽ പൊതുവെ ആദായനികുതിദായകർക്ക് വളരെ കുറച്ചു മാത്രം നൽകി വന്നിരുന്ന നിർമ്മല സീതാരാമൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു നീക്കത്തിന് തയ്യാറായി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടത് ഇടത്തരക്കാരുടെ രോഷമാണെന്ന തിരിച്ചറിവാണ് അവരെ പ്രീതിപ്പെടുത്താൻ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ആദായനികുതി ഇളവുകൾ നൽകാൻ പ്രേരിപ്പിച്ചത് എന്നൊരു വിലയിരുത്തലുണ്ട്. ആദായനികുതി ഇനത്തിൽ സർക്കാരിന് വരുന്ന നഷ്ടം 1 ലക്ഷം കോടിയിൽ നല്ലൊരു ഭാഗം ഈ ഇടത്തരക്കാർ അവരുടെ ഉപഭോഗ ആവശ്യത്തിനായി വിപണിയിൽ ചെലവഴിക്കും എന്നതാണ് മറ്റൊരു വിശദീകരണം. അത് മൊത്തത്തിൽ വിവിധ മേഖലകളിലുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും അതിൻ്റെ നേട്ടം സമൂഹത്തിലെ താഴെത്തട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ മണി ഫ്ലോയുടെ ഭാഗമായി തൊഴിലും വരുമാനവും ഉയരുമെന്നും വിദഗ്ധർ വിശദീകരിക്കുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിലേക്ക് കൂടുതൽ പണം എത്തുന്നതോടെ GSTയിലും വലിയ വർധന ഉണ്ടാകുമെന്നും ഇൻകം ടാക്സ് ഇളവ് മൂലമുള്ള നഷ്ടം ഇതുവഴി പരിഹരിക്കാമെന്നും വിലയിരുത്തുന്നവരുണ്ട്. പുതിയ ബജറ്റിൽ റിബേറ്റ് ബാധകമായ വരുമാന പരിധി 12 ലക്ഷം രൂപയാക്കി. ഇതോടൊപ്പം 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേരുന്നതോടെ 12,75,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഫലത്തിൽ ആദായനികുതി ബാധ്യതയില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ശമ്പള വരുമാനക്കാർക്ക് മാത്രമാണ്. നിങ്ങളുടെ വരുമാനം ബിസിനസ്, പലിശ, ലാഭവിഹിതം, വാടക വരുമാനം തുടങ്ങിയവയിൽ നിന്നാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആനുകൂല്യം കിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനു ശേഷം നിങ്ങളുടെ നികുതി ബാധകമായ വരുമാനം 12 ലക്ഷം രൂപ കവിഞ്ഞാൽ എത്രയാണ് നികുതി എന്നത് നമുക്ക് പരിശോധിക്കാം. വാർഷിക വരുമാനം 12,85,000 രൂപയാണെന്നിരിക്കട്ടെ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനു ശേഷം നികുതി ബാധക വരുമാനം 12,10,000 രൂപ. അതായത് 75,000 രൂപ കഴിച്ചിട്ട് 12,10,000 രൂപ. അധികം വരുന്ന ഈ 10,000 രൂപയ്ക്ക് എത്രയാണ് ടാക്സ് എന്ന് നോക്കാം. സ്ലാബ് പ്രകാരം 61,500 രൂപ നികുതി അടക്കണം. അതായത് വെറും 10,000 രൂപയുടെ അധിക വരുമാനത്തിന് നികുതി ബാധ്യത 61,500 രൂപ.
നികുതിദായകർ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം ആയിട്ടാണ് സെക്ഷൻ 87A അവതരിപ്പിച്ചിട്ടുള്ളത്. മാർജിനൽ റിലീഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 12 ലക്ഷം രൂപയ്ക്ക് ശേഷം എത്രയാണോ അധികമായുള്ളത് ആ തുകയും നികുതി ബാധ്യതയും താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് അത് നികുതിയായി അടച്ചാൽ മതിയെന്നാണ് ഈ സെക്ഷൻ പ്രകാരം പറയുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണമെടുത്താൽ 12,10,000-ന് നികുതി 61,500 രൂപ. ഇവിടെ അധിക വരുമാനം 10,000 രൂപയാണ്. അതുകൊണ്ട് നികുതിയായി 10,000 രൂപ അടച്ചാൽ മതി. ഏതാണോ കുറവ് അത്. ഇനി വരുമാനം 12,50,000 രൂപയാണെന്ന് കരുതുക. അധിക വരുമാനം 50,000 രൂപ. നികുതി ബാധ്യത 65,500 സ്ലാബ് പ്രകാരം വരുന്നത്. പക്ഷേ ഇവിടെ ചെറിയ തുക 50,000 രൂപയായതിനാൽ അത് നികുതിയായി അടച്ചാൽ മതി. അതേസമയം വരുമാനം 12,75,000 രൂപയാണെന്നിരിക്കട്ടെ. അധിക വരുമാനം 75,000 രൂപയും നികുതി 71,250 രൂപയുമാണ്. ഇവിടെ മാർജിനൽ റിലീഫ് നേടാനാവില്ല. കാരണം ഇവിടെ നികുതി ബാധ്യതയാണ് കുറഞ്ഞ തുക. അതുതന്നെ നികുതി അടക്കണം. ആശ്വാസമില്ല. 12,70,500 രൂപ വരെ വരുമാനത്തിന് മാർജിനൽ റിലീഫിന് സാധ്യതയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന സംഗതി 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് സ്ലാബ് പ്രകാരം 60,000 രൂപ നികുതി ബാധ്യതയുണ്ട്. ഈ 60,000 രൂപയ്ക്ക് വകുപ്പ് 87A പ്രകാരം 100% റിബേറ്റ് സർക്കാർ തരുന്നുണ്ട്. അതുകൊണ്ടാണ് നികുതി ബാധ്യത 0 ഇനി നികുതിയിന്മേൽ സർക്കാർ നൽകുന്ന ഒരു ഡിസ്കൗണ്ട് ആനുകൂല്യം മാത്രമാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഈ ഡിസ്കൗണ്ട് സർക്കാർ എടുത്തു കളഞ്ഞാൽ 4 ലക്ഷം രൂപ മുതൽക്കുള്ള വരുമാനത്തിന് അതത് സ്ലാബുകൾ പ്രകാരം നികുതി അടക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ വാർഷിക വരുമാനം 15 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. ആദ്യത്തെ 4 ലക്ഷത്തിന് നികുതി ബാധ്യത 0. അടുത്ത 4 ലക്ഷത്തിന് 4 to 8 ലക്ഷം സ്ലാബ് പ്രകാരമുള്ള നികുതി, അതായത് 20,000 രൂപ. അടുത്ത 4 ലക്ഷത്തിന് 8 മുതൽ 12 ലക്ഷം രൂപ സ്ലാബ് പ്രകാരമുള്ള നികുതി, അതായത് 40,000 രൂപ. ബാക്കി വരുന്ന 3 ലക്ഷത്തിന് 12 to 16 ലക്ഷം സ്ലാബ് പ്രകാരമുള്ള നികുതി 45,000 രൂപ. അതായത് അടയ്ക്കേണ്ട മൊത്തം നികുതി 1,05,000 രൂപ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.